ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് കഴിഞ്ഞ 4 വീഡിയോയിൽ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എല്ലാതും കൂടിയിട്ട്. ദാറ്റ് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ 4 വാചകങ്ങളാണ് റിപ്പോർട്ട് ചെയ്യാൻ പഠിച്ചത്. അതായത് അസർട്ടീവ് സെൻറ്റൻസ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആൻഡ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. അതായത് സാധാരണ വാചകം, ആശ്ചര്യവാചകം, കൽപ്പന അപേക്ഷ റിക്വസ്റ്റ്. അടുത്തതായിട്ട് ചോദ്യവാചകങ്ങൾ 2 തരം, വേവേഡ് ക്വസ്റ്റനും യെസ് ഓർ നോ ക്വസ്റ്റനും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ എക്സാമ്പിളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ തരാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ 4 വീഡിയോസിലും ചെയ്തതിൻ്റെ ഒരു ചുരുക്കം, ചുരുക്കം ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ഒരു അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യാനാണ് പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇതിവിടെ എഴുതാം, രാമ സെഡ്, കൊട്ടേഷൻ. I have been living here for 3 years. The quotation. Rama said, S-A-D said, I have been living here for 3 years. നമുക്കറിയാം ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട വെർബ്, ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട വാചകം. അപ്പം രാമ സെഡ് ആരോടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കറിയാം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. മൂന്നൊന്നും തന്നെ ഒരു സാധാരണ വാചകം. ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു, ആദ്യം റിപ്പോർട്ടിംഗ് വെർബിനെയും റിപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റൻസിനെയും കൂടി കൂട്ടാനായിട്ട് ഒരു കൺജങ്ഷൻ ഉപയോഗിക്കണം. അത് ഇവിടെ ദാറ്റ് ആണ് വരിക. ദാറ്റ് എപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു അസർട്ടീവ് സെൻറ്റൻസിനെ മൂന്നൊന്നും തന്നെ റിപ്പോർട്ടിംഗ് വെർബിനോട് കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ ദാറ്റ് എന്നുള്ള സാധനം വെക്കണം. ഇപ്പോൾ 2 ക്ലോസാണ് കിടക്കണതേ, ഈ 2 ക്ലോസും കൂടി കൂടണമെങ്കിൽ എന്തെങ്കിലും ഒരു ഘടകം വേണം, അതാണ് കൺജങ്ഷൻ. ഇവിടെ ദാറ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഹാവ് ബീൻ ലിവിങ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് നമുക്കറിയാം, ടെൻസ് പഠിച്ചിട്ടുണ്ട്. ഹാവ് ബീൻ ലിവിങ് ഹിയർ, അപ്പോൾ ഹിയർ ദർ ആവുമെന്ന് അറിയാം, അതൊക്കെ നമുക്കറിയാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ കൊട്ടേഷനുള്ള ടെൻസ് ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് വരണം. അപ്പോൾ വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് ഓഫ് ദിസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? ഇറ്റ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ദാറ്റ് ഈസ് ഹാഡ് ബീൻ ലിവിങ് എന്ന ചേഞ്ച് ഇവിടെ വരും. അപ്പോൾ ഞാനൊന്ന് എഴുതി പറയാം, രാമ സെഡ് ദാറ്റ് കൂട്ടി. ആയതാണ് ആരാ? ആയതാണ് ഹി അല്ലേ? അപ്പം ഹി ഹാവ് ഹാഡ് ആവും, ഹാഡ് ബീൻ ലിവിങ്, ഹാസ് ബീൻ ലിവിങ് എന്നുള്ളതായി ഹാഡ് ബീൻ ലിവിങ് ആയി. ലിവിങ് ഹിയർ എന്നുള്ളത് ദർ ആവും ഫോർ 3 years. കഴിയും. ഇത് കോമയൊന്നുമില്ല, ആദ്യം ഫുൾ സ്റ്റോപ്പ് മാത്രം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒരു അസർട്ടീവ് സെൻറ്റൻസിന് സ്റ്റേറ്റ്മെൻ്റ് ആക്കാൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യാനാണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ. അപ്പോൾ കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സെഡ് എന്നുള്ള റിപ്പോർട്ട് വെർബ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താക്കണത്? ഓർഡർ ഇടുന്നോ, കമാൻഡ് ഇടുന്നോ, റിക്വസ്റ്റ് ഇടുന്നോ ആക്കണം. ഡിപ്പെൻസ് ഓൺ ഹൂ കമാൻഡ്സ്, ഹൂ ഓർഡേഴ്സ്, ഹൂ റിക്വസ്റ്റ്. ഒരു ഭിക്ഷക്കാരൻ വന്ന് കൽപ്പിക്കില്ലല്ലോ, ഒരു രാജാവ് കൽപ്പിക്കും, ഒരു സോൾജർ, ഒരു പട്ടാള ഓഫീസർ കൽപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് ഉദാഹരണമായിട്ട് ക്യാപ്റ്റൻ സെഡ് ടു ദ സോൾജേഴ്സ്, കൊട്ടേഷൻ, കൊട്ടേഷൻ. Fire the mob at once. Fire the mob at once. Fire the mob എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വെടിവെക്കാനത്. അപ്പോൾ ദ ക്യാപ്റ്റൻ സെഡ് എന്നുള്ള എന്താക്കി മാറ്റണം? ഓർഡർ ഇടുന്നാക്കണം, അല്ലെങ്കിൽ കമാൻഡ് ഇടുന്നാക്കണം. The captain
commanded the soldiers SOLDER soldiers fire the mob എന്നുള്ളതാണ് കൊട്ടേഷൻ എടുക്കുന്നത്. ഫയർ ദ മോബ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ ഫയർ എന്നുള്ള വെർബിനെ ടു ഇൻഫിനിറ്റീവ് ആക്കണം. അപ്പോൾ കൽപ്പന, ആജ്ഞ, അപേക്ഷ അല്ലെങ്കിൽ ഇമ്പേരറ്റീവ് സെൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൊട്ടേഷനുള്ള വാചകത്തിലെ വെർബിനെ ടു ഇൻഫിനിറ്റീവ് ആക്കുക. അപ്പോൾ ഫയർ എന്നുള്ളതിനെ ടു ഫയർ ദ മോബ് എന്നാവും. കമാൻഡ് ടു ഫയർ ദ മോബ്. ഫുൾ സ്റ്റോപ്പ്. അത് വളരെ എളുപ്പമാണ്. കൽപ്പനാജ്ഞ അപേക്ഷനെ വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ 2 വാചകമായിരുന്നു. ഇനി നമുക്ക് മൂന്നാമതൊരു വാചകം ചെയ്യാം. ആശ്ചര്യവാചകം, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഉദാഹരണമായിട്ട് ദ സ്റ്റുഡൻസ് said to the teacher, comma quotation, what a marvel, VLLOUS, sight it is. quotation close ചെയ്തു. ആശ്ചര്യവാചകം. The student said to the teacher, what a marvelous sight it is. ഇത് നമുക്ക് എന്താക്കണം? ഇതാ എന്ത് ചെയ്യാം? സെഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബിനെ നമ്മൾ എന്താക്കണം? ഇത് എക്സ്ക്ലമേറ്ററി വാചകമായതുകൊണ്ട് ഇത് എക്സ്ക്ലൈംഡ് എന്നാക്കണം. ദ സ്റ്റുഡൻസ് എക്സ്ക്ലൈംഡ് EXCLAIMED എക്സ്ക്ലൈംഡ് ദാറ്റ്. അതായത് ആശ്ചര്യവാചകത്തിനെ നമ്മൾ സാധാരണ വാചകമാക്കണം. വാട്ട് എ മാർവലസ് സൈറ്റ് ഇറ്റ് ഈസ് എ വെരി മാർവലസ് സൈറ്റ്. അപ്പോൾ സാധാരണ വാചകത്തിന് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. സാധാരണ വാചകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് തൊട്ടടുത്ത് ദാറ്റ് വെക്കണം. അപ്പോൾ സെഡ് എന്നുള്ളത് എക്സ്ക്ലൈംഡ് ദാറ്റ്, കാരണം ഇത് ആശ്ചര്യവാചകമാണ്. ദ സ്റ്റുഡൻസ് എക്സ്ക്ലൈംഡ് ദാറ്റ്. ഇറ്റ് ഈസ് എന്നുള്ളത് ഇറ്റ് വാസ് നൽകുക. ഇറ്റ് വാസ് എ വെരി മാർവലസ് സൈറ്റ്, SIGHT. ഫുൾ സ്റ്റോപ്പ്. ആശ്ചര്യവാചകമൊന്നുമില്ലെങ്കിൽ സാധാരണ വാചകമായി. The students exclaimed that it was a very, exclaimed to the teacher that എന്ന് വയ്ക്കാം. Exclaimed to the teacher that it was a very marvelous sight. ഇത് ആശ്ചര്യവാചകം. ഇനി ചോദ്യവാചകം. സമയം നീണ്ടുപോകും അറിയില്ല. ഇനി ചോദ്യവാചകവും 2 തരമുണ്ട്. അതിനുള്ള സമയം കൂടുതലാവും എന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? ദ ടീച്ചർ സെഡ്. ഇത് വേവേഡ് ക്വസ്റ്റൻ ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സെഡ് എന്നുള്ള വെർബ് എന്താക്കണം? നമ്മൾ റിപ്പോർട്ടിംഗ് വെർബിനെ ആസ്ക്ഡ് എന്നാക്കണം. അപ്പോൾ എന്താ ചെയ്യുക? The teacher asked what I had done the last day. Full stop. ചോദ്യം ഉണ്ടായിപ്പോകും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യവാചകം ചോദ്യമല്ലാതായി മാറും. അപ്പോൾ ഡിഡ് ഡു എന്നുള്ള എന്തായി? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഹാഡ് ഡൺ ആയി. വാട്ട് ഐ ഹാഡ് ഡൺ ദ ലാസ്റ്റ് ഡേ. ഇത് ഒരു വേവേഡ് ക്വസ്റ്റൻ ആണ്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റൻ കൂടി കഴിയാൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. വേഗം അവസാനിപ്പിക്കാം. ദി ലീഡർ said to the cadets, have you been sleeping
for the last 2 hours. ചോദ്യം ഹാവ് യു ബീൻ, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക 2 മണിക്കൂറായി നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണിത്. അപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കണം. ദ ലീഡർ സെഡ് ടു ദ കാഡറ്റ്സിൽ എന്താക്കണം? ദ ലീഡർ ആസ്ക്ഡ് ദ കാഡറ്റ്സ് ഈഫ് അല്ലെങ്കിൽ വെദർ. യെസ് ഓർ നോ ക്വസ്റ്റൻ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കൺജംഷൻ ആയിട്ട് ഈഫ് അല്ലെങ്കിൽ വെദർ, WHETHER, വെദർ ദേ had been sleeping for the last 2 hours. For the last 2 hours. Full stop. ഇങ്ങനെ 5 വാചകങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പഠിച്ചു. ഈ റിപ്പോർട്ട് ചെയ്ത വാചകങ്ങളെല്ലാം നിങ്ങൾ ഓരോ പ്രാവശ്യവും 2 പ്രാവശ്യവും എഴുതുക. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. എൻ്റെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലപോലെ എഴുതി പഠിക്കുക. താങ്ക് യു.